हेलो गाइस, वेलकम बैक टू आवर चैनल। तो आज मैं देखने वाला हूँ नरिवेता फिल्म को, जो कि एक मलयालम फिल्म है और इस फिल्म में लीड रोल में है टोबिनो थॉमस, सूरज वेंजरामोदू चेरन और इस फिल्म को डायरेक्ट किया है अनुराज मनोहर ने। तो इस फिल्म को शुरू करने से पहले अगर आपने हमारा चैनल सब्सक्राइब नहीं किया तो आप सब्सक्राइब कर सकते हैं और प्रेस दी बेल आइकन बटन। तो चलिए शुरू करते हैं इस फिल्म को। लेट्स वॉच। वो मेला है, मेला चल रहा है, काफ़ी बड़ा मेला है। ഷോ മാനന്തവാടിയാണേ. എന്താ അടുത്ത ഷോ മാനന്തവാടിയാണേ. बस पे जा रहे हैं सभी। ഞാൻ കണ്ടാണല്ലോ കേറുന്നേ. അവനെ കണ്ണുവെട്ടത്തുനിന്ന് വിടരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ സാറേ, വള്ളിയൂർക്കാവ് ഉത്സവമാണ്. ये दोनों मुझे लग रहा है पुलिस ऑफिसर हैं जो किसी को ढूंढ रहे हैं। ओ टोबिनो थॉमस इसको ढूंढ। റൂട്ടിലാണ് സാർ. ഇല്ല, ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഓക്കെ സാർ, ഓക്കെ. ഞാൻ ആദ്യമേ പറഞ്ഞതാ തിരുനെല്ലി ഭാഗത്തായിരിക്കും അവൻ ചെല്ലാൻ സാധ്യത. അവിടെ तिरुनेल्ली जंगल बोल रहे हैं, चला गया। काफी घना जंगल है। देखो इस जंगल में जा रहे हैं। ओ बैंग क्या वैसे के साथ चल। कौन रुक रहे हैं गाड़ी? दो लोग पुलिस वाले तो नहीं है कहीं? ये भागते हुए आ रहा है कहीं से। इसी को ढूंढ रहा है। ओ भाग गया। पकड़ दिया इसको। देख लिया उन्होंने इसको। ओ पकड़ लिया उन्होंने। ये हुई ना धुनाई। धुनाई। ओ उसके सर पे मार दिया। और आगे इतने सारे नहीं भाग पाएगा अभी। लग रहा है सारे पुलिस वाले डंडे से वार कर दिया सर पे। ओ ऐसे याद कुछ। अब लगे पुलिस उसे उठाकर 11 बजे रात के खींच कर ले जा रहे हैं। ऐसा क्या किया होगा इसने, अभी कुछ पता नहीं चल रहा। दो साल पहले आदिवासी को दिखा रहे हैं। फोन लगा दिया लड़के ने। उसे घर के सामने लगाया, मतलब उसका पौधा छीन लिया। എന്താണ് അവിടെ മക്കളും കൂടെ എഴുതി തുടങ്ങിക്കൂടല്ലോ. എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കി തല്ലു. മൂപ്പനെ കുട്ടി വരുവേന്നാനു ഊതിഞ്ചൊക്കെ പുകയിഞ്ച് പോലത്തെ പിരയും കെട്ടി നെഞ്ച് വഴിച്ചെത്ത് കിടക്കില്ല. കയറി പോമേ പിരയിലേക്കു. ये वहाँ का रखवाला है ऐसा लगता है।
മലമേട് ഈണത്തിനൂരു മുളങ്കാട് ഒരിക്കു नो नारियल के पेड़ है शायद नहीं मधुमक्खी का छत्ता निकाल रहा ും താളില്ല ആറ്റിലും നീരില്ല പൂട്ടാനെരുതില്ല പാടമില്ല കൊറ്റിനും शायद निकाल रहा തേൻവണ്ടിനുണ്ടു പെരുങ്കൂട് മണ്ണായി ओ पूरा छत्ता निकाल दिया ओहो अब शायद निकाल रहा ആനയ്ക്കു താരാജിയും കണ്ണിക്കു ചോലാവുൾ കാടുകളുണ്ടു കടുവയ്ക്ക് शायद दिया इसने और उसके बदले कुछ रुपए मिले കത്തും അടുപ്പും വിളക്കും തീറ്റയും പാട്ടും കുടിയുമുണ്ട് അടുത്തില്ല കുഞ്ഞാളെ നീങ്ങുവായോ എന്റെ കുഞ്ഞാളെ നീങ്ങുവായോ കൊമ്പിലോടം താനഭയം वो ये गांव का मुखिया शायद अच्छा याद वो औरत प्रोटेस्ट कर रही है लोगों के साथ ഇതെന്താടാ ഇതില് അടയ്ക്കോ तो वहीं पर थे पड़े हुए अभी उन्हें पुलिस स्टेशन पकड़वाते उसे തോമസേ ഇതിനിപ്പോ എന്ത് വില വരും ഇടോ? അതിപ്പോ ഒരു 6 रुपए के लिए അങ്ങനെ സാറേ 6 രൂപയാണേലും 6 ലക്ഷമാണേലും മോശം തന്നെയല്ലേ? ഇതിപ്പോ കേസെടുക്കണൊക്കെ എടുക്കാം. സാക്ഷിമൊഴി, കൃത്യസ്ഥല മാത്രം എല്ലാം. കഴിഞ്ഞ ആഴ്ച വീട്ടുമുറ്റത്ത് ഇട്ടിരുന്ന ഒട്ടുപാല് കളവ് പോയി. അതിന് മുന്നത്തെ മാസം ഇട്ടിരുന്ന റബ്ബർ ഷീറ്റ് മുഴുവനും പോയി. അങ്ങനെ ഓരോ വീട്ടിൽ നിന്ന് ഓരോന്നാണ് സാറേ കളവ് പോകുന്നത്. കസേരയിട്ട് കുത്തിയിരിക്കാൻ പറ്റുമോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, സിമ്പിൾ തഫ്റ്റിന് കേസെടുക്കാം. പിന്നെ अब फंस गया 6 രൂപയുടെ കേസിന് വേണ്ടി 600 രൂപ മുടക്കി കോടതി മുഴുക്ക കയറി ഇറങ്ങണം. के साथ में നിന്നെ ആരെങ്കിലും തല്ലിയായിരുന്നോ? आदमी कुछ बोल नहीं रहा എടുക്കണം. അവിടെ ചെല്ലുമ്പോ വല്ല ചതവുണ്ടെങ്കിലേ നീയൊക്കെ തല്ലിയതിന്റെ റിസ്ക് ഞങ്ങൾ എടുക്കത്തില്ല. ഈ കേസെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേരിലും കേസെടുക്കും, അവനെ തല്ലിയന്റെ. मारा उसे हाँ अब हो ഇവിടെ गया പരാതിയില്ലെന്ന് എഴുതി വാങ്ങിച്ചിട്ട് വിട്ടാരെ അവരെ. ശരി സാർ, ഓ സാർ പേരും അഡ്രസ്സും പറ. ज़्यादा ही बन रहा था कुछ अब ये औरत करेगी കേസെടുത്തിട്ടില്ല, കൊണ്ടുപോയിക്കോ അവനെ. ബാക്കി പറഞ്ഞു. അവർ തന്നെ എന്തെങ്കിലും ചെയ്തു തരോ? ഞങ്ങൾ വല്ലതും ചെയ്താ അവനും कर हो गया चुप क्या करेगी और अच्छा उन लोगों के साथ आदिवासी लोगों के साथ എടുത്ത് വിപ്പാൻ പറ്റുമോ? തേനല്ലാതെ മോർ എന്തെടുത്താലും കേസല്ലേ അല്ലേ? നമുക്ക് എത്തിയ പിരെ കാറ്റ് വഞ്ചാക്കും പാറി പോകാത്ത പിരെ ആന പന്നി വണ്ടല വീകാത്ത പിരെ अच्छा അവൻകു നാമു സമരച്ച് घर के लिए प्रोटेस्ट करेंगे सरकार के सामने तिरुवनंतपुरम में 3 नवंबर 12 इसको पकड़ा गया उन्होंने പെടക്കാതാ സാറിപ്പോ വരും. ചോദിക്കുന്ന ചോദ്യത്തിന് पता नहीं क्या किया इसने इस बैग में क्या है कुछ फाइल में डॉक्यूमेंट നോക്കി क्या देखा उसे क्या किया इसने डर गए सब हल्की से स्माइल चेहरे पे आज का सीन दिखा रहे हैं आप ലിസ്റ്റ് കിട്ടിക്കട്ടെ. നോക്കിയിരുന്നു, ഒരു പുല്ലും നടക്കാൻ പോകുന്നില്ല. അതെന്നാ വർത്താനാടോ വർഗീസ്? നമ്മളവിടെ പോയിട്ട് എന്നാ ചെയ്യുന്നേ? ഒരു ബാനർ. പിന്നെ എന്നാ ചെയ്യാനാന്നേ? ലിസ്റ്റ് കിട്ടിയാലേ നമുക്ക് ജോലി കയറാൻ പറ്റത്തുള്ളൂ. നമ്മൾ പ്രാക്ടിക്കൽ ആവണം. എങ്ങനെ? സമരം സക്സസ് ആകണേ നിയമം അതിന്റെ കൂടെ വന്നു, അങ്ങനെ സമരവും സക്സസ് ആയി. അളിയ പ്രാക്ടിക്കലായിട്ട് നമ്മൾ എങ്ങനെ നിയമം ലംഘിക്കാനാ? നമുക്ക് सोसाइटी की
കഴുത്തെ കയറാക്കിയിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ചെന്ന് നിൽക്കാൻ सुजात करने का ഉദ്യോഗാർത്ഥികളുടെ വേറിട്ടൊരു പ്രതിഷേധം എന്ന് പറഞ്ഞ് രക്തസാക്ഷിയാവും. ചൂളിയിൽ ഒരു രക്തസാക്ഷി കിട്ടിയാൽ ഞാൻ പുളിക്കുവോ? ഒന്നുമില്ലേ, ആ ഫുട്പാത്തിൽ കിടക്കാതെ റോട്ടിലോട്ട് ഇറങ്ങാം, 10 ബ്ലോക്ക് ആയാലും ഉണ്ടാക്കാം. അല്ലേ മുഖ്യം ഉണ്ടാവൂല, ഒറ്റാൻ തടിയല്ലേ. ബാക്കിയുള്ളവരാരും അങ്ങനെയല്ല. പണിക്ക് പോയില്ലെങ്കിലേ കുടുംബം പട്ടിണിയായി പോകും. ആ കളഞ്ഞ ബുദ്ധി ഉണ്ടല്ലോ, അത് നേരാവണ്ണം പ്രയോഗിച്ചാ നിനക്ക് സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് കിടന്ന് സമരം ചെയ്യാണ്ട് അകത്ത് കയറാം ജോലിക്കാരനായിട്ട്. ഈ നേരാമൺ ഉച്ച കഴിഞ്ഞെത്തിയേക്കാം. ഓ, രാവിലെ പിന്നെ വള്ളവും വലയിട്ട് ഇറങ്ങണമായിരിക്കണം അല്ലേ? മീനൊക്കെ പണ്ടേ വരയിലായതല്ലേ. चला गया अपने घर. അമ്മ ഉറങ്ങിയായിരുന്നോ? इसकी माँ. वाह. നാൻസി കൊച്ചേ, നിങ്ങൾ അതെ താറാവ് കൃഷിക്ക് പുതിയ ലോൺ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ നിങ്ങളുടെ ബാങ്കില്? ആ ചേച്ചി നാളെ ബാങ്കിലോട്ടോ. इसका बॉयफ्रेंड है ये. നായകന്റെ മുഖത്ത് സമരത്തിന് നല്ല ക്ഷീണമുണ്ടല്ലോ. ഓ, അത് പഞ്ഞു വരുന്നതിന്റെ ആയിരിക്കും. നീ ഇങ്ങനെ സമരമായിട്ട് നടന്നു? നിന്റെ അപ്പൻ എന്നാത്തിനാ ഈ ഗൾഫുകാരെ കാണുമ്പോ ഇങ്ങനെ കണ്ണ് കഞ്ഞളിക്കുന്നത്? അവിടെ കണ്ട അറബിയുടെ അടിമപ്പണിയായിരിക്കും. വിലയൊക്കെ ഉണ്ട്, നിനക്ക് കുറച്ച് കൂടുതലാ. ഓട്ടക്കാലന എടേ ചുമ്മാ അത് കോൺസ്റ്റബിൾ. അതെന്നാ കോൺസ്റ്റബിൾ ആയ എസ് ഐ ആവാൻ പറ്റത്തില്ലേ? പിന്നെ നല്ല നല്ല കള്ളന്മാരെ പിടിച്ചു കൊടുത്ത സി. അപ്പൊ ഒരു കൺഫേർഡ് IPS ഒക്കെ ആയിട്ട് റിട്ടയർ ചെയ്യാം. കൺഫേർഡ് IPS അവിടെ നിൽക്കട്ടെ, സിവിൽ സർവീസ് പാസ്സായ ഭരത്ചന്ദ്രനാവും. പൗലോക്കോലോ എഴുതിയത് വായിച്ചിട്ടില്ലേ? നമ്മൾ നമ്മുടെ ഡ്രീമിനെ ഫോളോ ചെയ്താൽ ലോകം മൊത്തം നമ്മുടെ കൂടെ നിൽക്കും. അതുകൊണ്ട് കണ്ണി കണ്ട പണിക്കൊന്നും പോകാൻ പറ്റില്ല. നിന്റെ പോലോക്കോലൊക്കെ പെര നിറഞ്ഞു നിൽക്കുന്ന കാമുകില്ലായിരുന്നു. ഓ, ഇങ്ങനെ അങ്കിളിനെ കണ്ടിട്ട് കുറച്ചായല്ലോ. ഓരോ കാര്യത്തിലോ इसके अंकल. നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നിനക്ക് മാറ്റമൊന്നും ഇല്ലല്ലോ. വർക്കിച്ച കണ്ടത്തെ കൃഷിയർക്കാളെ പണി നോക്കണം. നീ സമയമുള്ള പാവഴി. വാ, അത്തരം കഴിക്കാം. ആ പഴം തീർക്കല്ലേ, നാളെ പുട്ടിന് കൂട്ടാം. ആകെയുള്ള 40 സെന്റിനകത്ത് വാഴ വെച്ചിട്ട് എന്നാ കിട്ടാനാ? കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് വെച്ചിട്ടാ ഇവിടെ. ഇടാ 28 കഴിഞ്ഞില്ലേ, എത്രയും പെട്ടെന്ന് ഏതെങ്കിലും കരക്കി കയറാൻ നോക്ക്. നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമുള്ളന്നേ. 10 ഏക്കറും എന്നിട്ട് എന്നാ പറ്റി? ഞാൻ അന്നേ പറഞ്ഞതാ നമ്മുടെ ജോലി. रोने लगी उसकी माँ. അപ്പന്റെ മെക്കിട്ട് കയറിയിട്ട് ഞാൻ എന്നാ കിട്ടാനാ? പിന്നെ വെള്ളം കയറി കൃഷി പോയെന്ന് പറഞ്ഞു കുരുടാൻ കഴിച്ചു. അപ്പനായാലും മോഹനായാലും गलत जगह पे ले दी थी पिक्चर में. ये बाढ़ में बह गई शायद. आ गया. പോയതല്ലേ. നിന്റെ ബസ്കറ്റുകാരൻ എന്തിയേ? ആ മട്ടൻ ചുറ്റി നിപ്പുണ്ട്. അടുത്ത ഫ്ലൈറ്റ് തിരിച്ച് വിട്ടോളാൻ പറ. ഇത് കൊണ്ടുവരാൻ നോക്ക്. നിന്നെ പണ്ടേ തട്ടിയതല്ലേ, ഇനി കൊണ്ടുവന്നാ പോരെ? അതെ, ആ रुपये मांग रहा. അതൊക്കെ അപ്പം പണ്ടേക്ക് പണ്ടേ ജപ്തിയാക്കിയതാ. नीलाम हो गई जमीन में. देरी से കൊച്ചിലെത്തിയോ? ഇത് കാണാതെ പോയെന്ന് നമ്മ വിചാരിച്ചേക്കുന്നത്. ഓ, ഇത് 2 ഗ്രാം തേച്ച് കാണത്തില്ലല്ലോ. चेन, छोटी चेन दे रही. അതെ, ഇനി 2 മാസത്തേക്ക് പൈസയും ചോദിച്ചോണ്ട് വന്നേക്കല്ലോ. വന്നാൽ ഒറ്റ തൊഴുകി കയ്യിലിടും. വന്നേ, ബോട്ട് പോറേ. जा रहा है वापस.
देख लिया ഞാൻ 1000 താരകൾ പൂത്തുവെന്ന് പിന്നെ उसके डैड ने देख लिया उस लड़की के डैड ने രമേശ ഓ 2 ലോഡ് ഇന്ന് പോയിരിക്കണം ആ കേട്ടോ. തന്നോട് വിട്ടോളാം. ഓക്കെ. ഇരിക്കെ 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 इसके यहाँ रखा है ये? अच्छा നമുക്ക് മനസ്സമാധാനമായിട്ട് സംസാരിക്കാം. വർഗീസേ, पता है ऐसे. വർഗീസിന്റെ ഒരു മനസ്സിലിരിപ്പന്ന എനിക്കിഷ്ടമാണ്. अच्छा बता दिया. ഞങ്ങൾ സീരിയസ് ആയിട്ടാ. ഇത്രയും കൊല്ലമായില്ലേ. വർഗീസിന് ജോലിയൊക്കെ കിട്ടി വരാനും കൊല്ലം കുറെ പിടിക്കുകയല്ലേ? ഞാനും ഉണ്ടായിരുന്നു പണ്ടൊരു ലിസ്റ്റില് എൽ ഡി ക്ലർക്കിന്റെ. അല്ലേ ചേട്ടായി? എന്നിട്ട് ഇപ്പൊ എന്നാ ബേക്കറി നടത്തുക എടത്തുവ ജംഗ്ഷനില്. ചോദിച്ചാ എന്നാടാ ഇന്നലെ കൊണ്ടുവന്ന് ആഞ്ഞിലിമാർ എന്നാ ചെയ്യണം? കാഴ്ചക്ക് ഒരു മെനയൊക്കെ ഉണ്ട്. നിപ്പ് ഉടുപ്പൊക്കെ കണ്ടാലേ കൊള്ള. इंसल्ट कर रहा उसके. പലതൊക്കെ എന്നെ വിരിച്ചോ. ഏതായാലും കക്കൂസിന് വാതിൽ പണിയാൻ കൊടുക്കാം. എനിക്ക് കൃഷിയിലോട്ട് ഇറങ്ങാൻ വലിയ താല്പര്യമില്ല. ആണോ? കുറച്ച് പറമ്പുണ്ട്. ബെന്യങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇതിന്റെ അകത്ത് എന്നാ പാടാടാനാ? അതെ 4 കറി വെക്കാനുള്ള കൊല കിട്ടുമായിരിക്കും. അല്ലേ ചേട്ടായി? जमीन भी कम. അപ്പൊ നാൻസിയുടെ ശമ്പളത്തിൽ മാത്രം നോക്കിയിരുന്നാ പറ്റുകയില്ല. ഇല്ലയോ? बचपन से कर देते प्यार. എന്റെ മോളെ ഞാൻ നോക്കിയ. दूसरे से. പിന്നല്ലാതെ എന്നാ കുറ്റം വരാനത്? ഞാനായിട്ട് ഒരു കുറവും വരുത്തുകയില്ല. അത് നാൻസിക്ക് അറിയാം. വിട്ടോ വിട്ടോ. വർഗീസ് സ്വന്തം കാര്യങ്ങളെ പറ്റി ബെന്നി ചെറുക്കനെ സംഗതിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നേ. मना कर रहे हैं सीधा सीधा. गुस्सा आ गया उसे. क्या करेंगे वो दोनों? ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. ഓ അപ്പൊ അമ്മയും കൂടെ ഒത്തിട്ടാന്നോ? ഒട്ടലും ഒക്കലും ഒന്നുമില്ല. ഒരു ഗതിയും പിടിക്കാതെ കിടക്കുന്നിടത്ത്